ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം SSC. സൈലം SSCയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മുതൽ നമ്മൾ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 റൂളുകൾ കുറച്ച് സെഷൻസിലൂടെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പം ഇംഗ്ലീഷിൽ ഒട്ടനവധി റൂളുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമാണ്. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ വളരെ കുറച്ച് ചുരുങ്ങിയ വീഡിയോസിലൂടെ നമ്മൾ 100 റൂൾസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു ചോദ്യത്തിൽ SSCയുടെ ഏത് പരീക്ഷയാണെങ്കിൽ നമുക്കറിയാം അതിലൊക്കെ ഇംഗ്ലീഷ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. അതിലെല്ലാം സ്പോട്ട് ദ എറർ അതല്ലെങ്കിൽ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷിലെ ഗ്രാമർ ടോപ്പിക്സ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളോട് സ്പോട്ട് ദ എറർ അല്ലെങ്കിൽ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇന്ന് മുതൽ നമ്മൾ അങ്ങനത്തെ ഒരു സീരീസ് ആരംഭിക്കുകയാണ് യൂട്യൂബിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമർ റൂളുകൾ വളരെ അനായാസം സിമ്പിളായിട്ട് ചെറിയ മിനിറ്റുകൾക്കുള്ളിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ആദ്യത്തെ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുകൾ കോൺകോഡ് അഥവാ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഏതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ്? ഈ ഒരു ടോപ്പിക്കിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വേർബും എപ്പോഴും അഗ്രിമെന്റിലായിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് സിംഗുലർ വേർബുകളാണ് എപ്പോഴും ഇംഗ്ലീഷിൽ ചേർക്കേണ്ടത്. പ്ലൂരൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് പ്ലൂരൽ വേർബുകൾ എന്നുള്ളതും. അപ്പൊ സിംഗുലർ വേർബുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വേർബിന്റെ അറ്റത്ത് എൻഡിൽ എസ് എന്നുള്ള വേർഡ് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഈസ് സിംഗുലർ ആണ്, ഡസ് സിംഗുലർ ആണ്, വാസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്. ഇതെല്ലാം സിംഗുലർ വേർബുകളാണ്. മറിച്ച് ഹാവ്, അതുപോലെ തന്നെ ഡു, ആറ്, വേറ് ഇതെല്ലാം പ്ലൂറലുമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ റൂളിലേക്ക് പോയാലോ. യെസ്, ആദ്യത്തെ റൂള് ഡോണ്ട് ഗെറ്റ് ഫൂൾഡ് ബൈ ദ മിഡിൽ വേർഡ്സ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് പലപ്പോഴും SSC ചോദിക്കുന്നതാണ്, സെന്റൻസ് തന്നിട്ട് സ്പോട്ട് ദ എറർ അല്ലെങ്കിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഇവിടെ നോക്കിയേ, ഇപ്പോൾ ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, പിന്നെ അക്കമ്പനീഡ് ബൈ, ബിസൈഡ്സ്, എക്സെപ്റ്റ്, ലൈക്ക്, അൺലൈക്ക്, ഇത്രയും വേർഡുകൾ വെച്ച് ആ വേർഡുകളുടെ മുന്നിലും പിന്നിലുമായിട്ട് നമുക്ക് നൗണുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ വേർഡുകൾ വരുന്ന സമയത്ത് ഇപ്പൊ ഈ സെന്റൻസ് നോക്കിയേ, എലോങ് വിത്ത് എന്ന് കണ്ടോ. ഈ എലോങ് വിത്ത്, അതായത് ഈ എലോങ് വിത്ത് വെച്ച് അല്ലെങ്കിൽ ആസ് വെൽ ആസ് വെച്ചിട്ടൊക്കെ നൗണുകളെ ക്ലബ് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ. ഈ 2 നൗണുകളെയും ക്ലബ് ചെയ്തിട്ടുണ്ട് അല്ലേടാ. അപ്പൊ നമ്മൾ ഈ മിഡിലുള്ള വേർഡ്സ് ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഇത്രയും വേർഡുകൾ വെച്ചിട്ട് ഒന്നിലധികം നൗണുകളെ അത് ക്ലബ് ചെയ്യുമ്പോൾ, ഇപ്പൊ സ്റ്റുഡൻസിനെയും ക്ലബ് ചെയ്തിട്ടുണ്ട്, ടീച്ചറിനെയും ക്ലബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മിഡിലുള്ള വേർഡുകളെ നമ്മൾ നോക്കണം, മൈൻഡ് ചെയ്യണ്ട. ഇവിടെ മിഡിലുള്ള വേർഡ് ആരാ? സ്റ്റുഡൻസ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ആദ്യമുള്ള നൗണുകളെയാണ് നമ്മൾ അവിടെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതാരൊക്കെയാ? ആ വേർഡുകൾ ആരൊക്കെയാ? ആസ് വെൽ ആസ് ഉണ്ട്, അലോങ് വിത്ത് ഉണ്ട്, ടുഗദർ വിത്ത് ഉണ്ട്, ഇൻ അഡീഷൻ ടു ഉണ്ട്, അക്കമ്പനീഡ് ബൈ ഉണ്ട്, ബിസൈഡ്സ് ഉണ്ട്, എക്സെപ്റ്റ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അൺലൈക്ക് ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു വേർഡും കൂടെ നമുക്ക് ആഡ് ചെയ്യുന്നു ഞാൻ. വിത്ത് എന്നുള്ളതും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. വിത്ത് എന്നുള്ളതും പഠിക്കേണ്ടതാണ്. അതായത് വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത് എന്നുള്ള 3 വിത്തിന്റെ 3 വേർഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇവിടെ കണ്ടോ, ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ്. ഇവിടെ എന്താ തെറ്റിപ്പോയത്? വേർ ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് വേർ ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ആദ്യത്തെ നൗണാണ് സബ്ജക്റ്റ്, അത് സിംഗുലർ അല്ലേ. ടീച്ചർ എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അവിടെ വാസ് എന്നാണ് വേണ്ടത്. കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് വാസ് സെലിബ്രേറ്റിംഗ്. കണ്ടോ, ഇങ്ങനെയാണ് വരേണ്ടത്. ക്ലിയർ ആണേ. ഇനി ഇത് മറിച്ച് എഴുതുവാണെങ്കിലോ, സ്റ്റുഡൻസിനെ ആദ്യം എഴുതിയിട്ട് ടീച്ചറെ രണ്ടാമത് എഴുതുകയാണെങ്കിലോ, അവിടെ സ്റ്റുഡൻസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്ലൂറൽ ആണ്, പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. ആദ്യത്തെ റൂള് ഭദ്രമാണ്. ഇനി രണ്ടാമത്തെ റൂളിലേക്ക് പോകാം. അപ്പം മിഡിലുള്ള വേർഡ്സ് കണ്ടിട്ട് കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ 1-2 ചോദ്യങ്ങൾ കേട്ടോ. ദ ക്യാപ്റ്റൻ അലോങ് വിത്ത് ദ ക്രൂ മെമ്പേഴ്സ്. ഇവിടെ ഇതെന്താണ്, ശരിയാണോ തെറ്റാണോ നോക്കിയേ. അലോങ് വിത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ആളാണ് സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഹാവ് വരുമോ? ഇല്ല. ഹാവ് ഒരു പ്ലൂറൽ ആയിട്ടുള്ള വേർബാണ്. ഹാസ് ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഹാസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഗോൾഡ് ലൈക്ക് അതർ പ്രഷ്യസ് മെറ്റൽസ്. ഇവിടെ കണ്ടോ, ലൈക്ക് വെച്ചിട്ടാണ്
കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലായിരുന്നോ നമ്മൾ ലൈക്ക് അൺലൈക്ക് ഒക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആളെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഗോൾഡ് ആണ് ആദ്യത്തെ ആള്. അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേറ്റിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഫ്ലക്ച്വേറ്റ് എന്നുള്ള വേർബിനെ സിംഗുലർ ആക്കി എങ്ങനെയാ? വേർബിനെ സിംഗുലർ ആക്കാൻ എസ് ചേർക്കണം. അപ്പൊ ഫ്ലക്ച്വേറ്റ്സ് എന്നുള്ള ഉത്തരവാണ് ശരി. ഇത് പ്ലൂരലാണ്. നോ ഇംപ്രൂവ്മെന്റ് പറ്റിയില്ല. അപ്പൊ ഫ്ലക്ച്വേറ്റ്സ് എന്നുള്ളതാണ് ഉത്തരം വരിക കേട്ടോ. ഫ്ലക്ച്വേറ്റ് മാറ്റിയിട്ട് യെസ്. അങ്ങനെ രണ്ടാമത്തെ റൂള്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു ആദ്യത്തെ ആളെ എപ്പോഴാണ് സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ വേർബുകളോട് അടുത്തുള്ള ആള് എപ്പോഴാണ് സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുക എന്ന് ചോദിച്ചാൽ നോക്കൂ, ഐദർ ഓർ അല്ലെങ്കിൽ നൈദർ നോർ അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ മക്കളെ ഇതാ ഇവിടെ ഉണ്ട്. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, നോർ, ഇവരെയൊക്കെ വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റുകളെ ക്ലബ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ട് നൗണുകളെ ക്ലബ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേർബുകളുടെ അടുത്തുള്ള ആളെ വേണം എന്ത് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ. വേർബുകൾ ഇവിടെയല്ലേ, ഈ ഭാഗത്തല്ലേ വേർബ് വരുന്നത്, അതിന് തൊട്ട് മുന്നിലുള്ള ആളെ വേണം സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ. ടീച്ചേഴ്സ് പ്ലൂരൽ അല്ലേ, അപ്പൊ ടീച്ചേഴ്സ് വേർ പ്രസന്റ്. കണ്ടോ ഉത്തരം വന്നത്? ടീച്ചേഴ്സ് വേർ പ്രസന്റ്. നൈദർ ദ ടീച്ചേഴ്സ് നോർ ദ പ്രിൻസിപ്പൽ. ഇവിടെ കണ്ടോ എന്താണ്? neither the teachers nor the principal was present. ഇവിടെയും കറക്റ്റ് ആണ്. കാരണം വേർബിനോട് അടുത്ത് കിടക്കുന്ന ആള് പ്രിൻസിപ്പൽ ആണ്. അത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ആണ് വേണ്ടത്. നോട്ട് ഓൺലി ദ പ്ലേയേഴ്സ് ബട്ട് ഓൾസോ ദ കോച്ച്. കോച്ചാണ് വേർബിന്റെ അടുത്ത് കിടക്കുന്ന ആള് എന്നുള്ളത് കൊണ്ട് അത് സിംഗുലർ ആയതുകൊണ്ട് ഇസ് ചേർത്തു. അപ്പോ ആരെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആരെയൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വേർബിനോട് അടുത്തുള്ള ആളെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്? ഐദർ ഓർ ഉണ്ട്, നൈദർ നോർ ഉണ്ട്, പിന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉണ്ട്, ഓർ ഉണ്ട്, നോർ ഉണ്ട്. ഈ വേർഡുകൾ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് വേർബിന്റെ അടുത്തിരിക്കുന്ന ആളെ ആര് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട 1-2 ആക്ടിവിറ്റി ഇതാ. ഒന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്കും പിന്നെ ഒന്ന് സ്പോട്ട് ദ എററും ആണ്. നൈദർ ദ മാനേജർ നോർ ഹിസ് അസിസ്റ്റൻസ്. ഇവിടെ നൈദർ നോർ വെച്ചിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു വേർബ് ഫില്ല് ചെയ്യാനുണ്ട്. ആരെയാ സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്? വേർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളെ. ഹിസ് അസിസ്റ്റൻസ് എന്നുള്ളത് പ്ലൂരൽ ആണ്. അപ്പൊ നമുക്ക് പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ് വേണ്ടത്. അപ്പൊ ഇവിടെ പ്ലൂരൽ വേർബ് ഏതാണ്? വേർ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്ലൂരൽ വേർബ് ആയിട്ട് വരുന്നത്. ഐദർ ദ ലോക്കൽ ലീഡേഴ്സ് ഓർ ദ റെസിഡന്റ് അസോസിയേഷൻ ആർ റെസ്പോൺസിബിൾ. മക്കളെ നോക്കിയേ, ഐദർ ഓർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്ത് വേർബിനോട് അടുത്ത് കിടക്കുന്ന ആളാരാ? റെസിഡന്റ് അസോസിയേഷൻ എന്നുള്ളതല്ലേ? ഐദർ ദ ലോക്കൽ ലീഡേഴ്സ് ഓർ ദ റെസിഡന്റ് അസോസിയേഷൻ എന്നുള്ളത് ഒരു സിംഗുലർ ആയിട്ടുള്ള നൗണാണ്. അപ്പൊ ആറിന് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇസ് ചേർത്ത് കൊടുക്കണം. അപ്പൊ സി ഭാഗത്താണ് തെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സി ഭാഗത്താണ് തെറ്റ്. ഇവിടെയാണെങ്കിൽ വേറാണ് വേണ്ടത് താനും. കിട്ടിയല്ലോ ഉത്തരം കറക്റ്റ് ആയിട്ട്. സെറ്റ് അല്ലേ? യെസ്. ഇനി നമ്മുടെ റൂൾ നമ്പർ 3, ഇന്നത്തെ റൂൾ നമ്പർ 3യിലേക്ക് പോവുകയാണ്. ആവർത്തിച്ചു വരുന്ന മറ്റൊരു പോയിന്റ് ആണ് SSCയിലേത്. എ നമ്പറും ദ നമ്പറും തമ്മിലുള്ള വ്യത്യാസം. എടാ, എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? എ നമ്പർ ഓഫ് പീപ്പിൾ, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ മെനി സ്റ്റുഡൻസ് എന്ന് പറയില്ലേ? അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് എ നമ്പർ ഓഫ്. ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ടീച്ചർമാർ എന്ന് പറയാനുള്ള പ്രയോഗമാണ് എ നമ്പർ ഓഫ്. കണ്ടോ, എ നമ്പർ ഓഫ് മീൻസ് മെനി. സോ അതിന്റെ കൂടെ നമ്മൾ ഒരേ സമയത്ത് കുറേ പേരെ കുറിച്ച് പറയുന്ന ഒരു വേർഡാണ് എ നമ്പർ ഓഫ് എന്നുള്ളത് കൊണ്ട് അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക പ്ലൂരൽ വേർബാണ്. എന്നാൽ ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് എ നമ്പർ ഓഫ് മാറിയിട്ട് ദ നമ്പർ ഓഫ് എന്നാണെങ്കിലോ അത് മാറി. എന്തിന്റെയോ എണ്ണം ഇത്രയാണ് എന്നാണ്. എണ്ണം ഇത്രയാണ്. ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ എണ്ണം ഇത്രയാണ് എന്നാണ്. ഇവിടെ നോക്കിയേ, അപ്പൊ അതൊരു സിംഗിൾ, എണ്ണം എന്ന് പറയുന്നത് ഒരു സിംഗിൾ കൗണ്ട് ആണ്. അതിന്റെ കൂടെ അതുകൊണ്ട് എന്താണ്? എണ്ണം എന്നുള്ള വേർഡ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബാണ് ചേർക്കേണ്ടത്. ഇവിടെ നോക്കിക്കോ, എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാവും അത്. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാസ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ എണ്ണം എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്ട്. ഈ ഒരു എക്സാക്ട് നൗൺ ആണ് സബ്ജക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കുട്ടികളുടെ എണ്ണത്തിനെ കുറിച്ചാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ആ എണ്ണം എന്നുള്ളത് സിംഗുലർ ആണ്. എണ്ണം എന്നുള്ള വേർഡ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബ്. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരുപാട് കുട്ടികൾ എന്നാണ് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് കുട്ടികൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികൾ എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ട് ഹാവ് ചേർത്തു. അപ്പൊ ദ നമ്പർ ഓഫ് മീൻസ് എന്തിന്റെയോ എണ്ണം,
കൃത്യമായി എണ്ണം, അതിന്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബാണ് വരിക. ദ നമ്പർ ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബാണ് ചേർക്കേണ്ടത്. എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ കുറെ പേരെന്നാണ്, അതിന്റെ കൂടെ എപ്പോഴും പ്ലൂരൽ വെർബാണ് വേണ്ടത് എന്നുള്ളതാണ് റൂൾ നമ്പർ 3. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇതാ എ നമ്പർ ഓഫ് കംപ്ലൈൻസ്, ഒരുപാട് കംപ്ലൈൻസ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ വാസ് വരുമോ? ഇല്ല. എന്താ വേണ്ടത്? വേർ റിസീവ്ഡ് എന്നുള്ള പ്ലൂറൽ ആയിട്ടുള്ള വേർബാണ് വേണ്ടത്. ഇത് സിംഗുലർ അല്ലേ? ഇതും സിംഗുലർ ആണ്. നോ ഇംപ്രൂവ്മെന്റും പറ്റില്ല. അടുത്തത് ദ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഓൺ ദിസ് റൂട്ട് ഹാവ് ഡ്രോപ്ഡ് റീസെന്റ്ലി. ഇവിടെ എന്താണ്? ഇതെന്താ പ്രശ്നം? ദ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഓൺ ദിസ് റൂട്ട് ഹാവ് അല്ല, ഹാസ് ഡ്രോപ്ഡ് എന്നാണ് വേണ്ടത് കേട്ടോ. ഹാസ് ഡ്രോപ്ഡ്, അതായത് എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ടിലെ പാസഞ്ചേഴ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നാ. എണ്ണം എന്നുള്ളത് വീണ്ടും സിംഗുലർ ആണ്. അപ്പൊ അതും ഓക്കെ അല്ലേ? റൂൾ നമ്പർ 3 കഴിഞ്ഞു. റൂൾ നമ്പർ 4ലേക്ക് പോകാം. എന്താണ്? വൺ ഓഫ് ദ വെച്ചിട്ടുള്ള ട്രാപ്പാണ്. വൺ ഓഫ് ദ വെച്ച് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത്, വൺ ഓഫ് ദ കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് വേണം? പ്ലൂരൽ നൗണും സിംഗുലർ വെർബും വേണം എന്നുള്ളത് ആദ്യത്തെ റൂള്. വൺ ഓഫ് കഴിഞ്ഞാൽ പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറെ പേരിൽ ഒരാളെ കുറിച്ച് പറയുന്ന സെന്റൻസ് ആണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. ഇവിടെ നോക്കൂ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഒരാളെ കുറിച്ചല്ലേ ഈ സെന്റൻസിൽ പറയുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ. നമ്മൾ കുറെ സുഹൃത്തുക്കളെ ഒരുമിച്ച് പറയുന്നില്ല. എന്റെ കുറെ സുഹൃത്തുക്കൾ ഉണ്ട്, അതിനകത്ത് ഒരാളെ കുറിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് പറയുമ്പോൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ് ആണ് വേണ്ടത്. അവിടെ സിംഗുലർ വെർബാണ് വേണ്ടത് എപ്പോഴും കേട്ടോ. ഹീസ്, ഹാസ്, വാസ്, ഡസ് പോലെയുള്ള സിംഗുലർ വെർബുകളാണ് എപ്പോഴും വൺ ഓഫ് കഴിഞ്ഞിട്ട് വരേണ്ടത്. വൺ ഓഫ് പ്ലസ് പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്, ആദ്യത്തെ റൂള്. ഇനി നമുക്ക് ഹു, വിച്ച്, ദാറ്റ് പോലെയുള്ള റിലേറ്റീവ് പ്രൊനൗൺ, അതായത് ഈ വക വേർഡുകൾ നടുവിൽ വന്നാൽ അതിനെ വിളിക്കുന്നത് റിലേറ്റീവ് പ്രൊനൗൺ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്, നടുവിൽ WHO വന്നിട്ടുണ്ട്. റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേറ്റീവ് പ്രൊനൗൺ കഴിഞ്ഞിട്ട് ഒരു വേർബ് നമ്മളോട് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് സിംഗുലറോ പ്ലൂരലോ, സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാന്നറിയോ? അതിന് മുന്നിലുള്ള ആളാണ് കേട്ടോ. ഇതിന്റെ മുന്നിൽ എംപ്ലോയീസ് അല്ലേ. അപ്പൊ ഒന്നുകൂടെ, റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം വേർബ് സിംഗുലർ വേണോ പ്ലൂരൽ വേണോ, അതായത് വർക്ക് എന്ന് വേണോ വർക്ക്സ് എന്ന് വേണോ എന്ന് തീരുമാനിക്കുന്നത് റിലേറ്റീവ് പ്രൊനൗണിന്റെ മുന്നിലിരിക്കുന്ന ആളായിരിക്കും. അവിടെ നമുക്ക് വൺ ഓഫ് ദ കുഴപ്പമില്ല. ഓക്കെ, കാരണം എന്താണ്? ഹി ഈസ് വൺ ഓഫ് ദ എംപ്ലോയീസ് ഹു വർക്ക്, അതായത് കുറേ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊരാൾ മാത്രമാണ് ഇവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഒരുപാട് പേരെന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊരാളാണ് ഇവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസുകളിൽ റിലേറ്റീവ് പ്രൊനൗണിന്റെ ശേഷം വേർബ് ചൂസ് ചെയ്യുമ്പോൾ റിലേറ്റീവ് പ്രൊനൗണിന്റെ മുന്നിലുള്ള നൗണ്, ആന്റിസിഡന്റ് എന്നൊക്കെ വിളിക്കും അതിനെ. അത് ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുന്നിലുള്ള നൗണാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി അടുത്തതോ, ഇങ്ങനെ തന്നെ വരുന്ന സെന്റൻസുകളിൽ റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടെങ്കിലും ആ സെന്റൻസിൽ ഇവിടെ ഇപ്പോൾ വൺ ഓഫ് ദ എന്നല്ലേ ഉള്ളത്, അല്ലെങ്കിൽ വൺ ഓഫ് ദോസ് എന്നൊക്കെ അല്ലേ ഉള്ളത്. പക്ഷെ ഇവിടെ ഓൺലി വൺ, റിലേറ്റീവ് പ്രൊനൗണിന്റെ മുന്നേ ഓൺലി വൺ എന്നുണ്ടെങ്കിൽ, ഓൺലി വൺ വന്നാൽ നമ്മൾ സിംഗുലർ വെർബേ എപ്പോഴും ചേർക്കാൻ പാടുള്ളൂ. ഓൺലി വൺ, റിലേറ്റീവ് പ്രൊനൗൺ ഇവിടെ ഉണ്ട് ഹു, പക്ഷെ അതിന്റെ മുന്നിലുള്ള ആള് എംപ്ലോയീസ് ആണ്, പോരാ. ആ സെന്റൻസിൽ എവിടെയെങ്കിലും ഓൺലി വൺ എന്നുള്ള വേർഡ് കാണുന്നുണ്ടോ, നിങ്ങൾ അവിടെ റിലേറ്റീവ് പ്രൊനൗണിന്റെ ശേഷം സിംഗുലർ വെർബേ ചേർക്കാൻ പാടുള്ളൂ. അത് മറ്റൊരു റൂള്. അപ്പൊ വൺ ഓഫ് കഴിഞ്ഞിട്ടുള്ള 3 റൂളുകൾ പഠിച്ചല്ലോ. സാധാരണ വൺ ഓഫ് ദ, റിലേറ്റീവ് പ്രൊനൗൺ ഇല്ലാത്ത വൺ ഓഫ് ദ കഴിഞ്ഞാൽ ദാ ഇവിടെ ആദ്യത്തെ റൂൾ എന്താ? വൺ ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. റിലേറ്റീവ് പ്രൊനൗൺ വന്നാൽ റിലേറ്റീവ് പ്രൊനൗണിന്റെ മുന്നിലുള്ള, തൊട്ട് മുന്നിലുള്ള ആൾക്കനുസരിച്ച് വേണം വേർബ് ചൂസ് ചെയ്യാൻ. ഇനി റിലേറ്റീവ് പ്രൊനൗൺ ഉള്ളിടത്ത് തന്നെ ഓൺലി വൺ എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും നമ്മൾ ചേർക്കുന്നത്. ഇവിടെ നോക്കൂ, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ദാറ്റ് ഹാസ് ബീൻ. ഇവിടെ എന്താ പ്രശ്നം? വൺ ഓഫ് ദ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള ദാറ്റ് ഉണ്ട്. ദാറ്റ് കഴിഞ്ഞിട്ട് ഹാസ് ആണോ ഹാവ് ആണോ എന്നൊക്കെ ആരാ നിശ്ചയിക്കുന്നത്? അതിന് മുന്നിലുള്ള നൗൺ ആയിട്ടുള്ള ബെസ്റ്റ് ബുക്സ്. ബുക്സ് പ്ലൂരൽ ആയതുകൊണ്ട് ഹാസ് പോരാ, ഹാസ് സിംഗുലർ അല്ലേ, ഹാവ് ചേർക്കണം. ഓൺലി വൺ എന്നുണ്ടെങ്കിലോ, ദാ അടുത്തതിൽ ഓൺലി വൺ എന്നുണ്ട്. ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്, തൊട്ട് മുന്നിൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്, പക്ഷെ ആ സെന്റൻസിൽ ഓൺലി വൺ എന്നുണ്ട്. ഇവിടെ വൺ എന്ന് മാത്രമാണെങ്കിൽ ഇവിടെ ഓൺലി വൺ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? എപ്പോഴും സിംഗുലർ ആയിട്ടുള്ള വേർബ് ചൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വേർബ് ഹോൾഡ്സ് എന്നുള്ളതാണ്. ഹോൾഡ് പ്ലൂരൽ ആണ് കേട്ടോ. ആർ ഹോൾഡിങ് പ്ലൂരൽ ആണ്, ഹാവ് ഹെൽഡ് പ്ലൂരൽ ആണ്, അതെല്ലാം പ്ലൂരൽ ആണ്. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ റൂൾ നമ്പർ 5 എന്താണ്?
വൺ അറ്റ് എ ടൈം വേർഡ്സ്. ഒരു സമയത്ത് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന, ഒരു സമയത്ത് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ വരുന്ന കുറച്ച് വേർഡുകൾ ഇംഗ്ലീഷിലുണ്ട്. അവരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് ആൻഡ് ആഡ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഡിസ്ട്രിബ്യൂട്ടീവ് വേർഡ്സ് ആണ് ദാ ഈച്ച്, എവറി, ഐദർ, നൈദർ. ആൻഡ് സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് എവരി വൺ, സംബഡി, നോബഡി, എനിവൺ. ഈ വക വേർഡുകളെല്ലാം ഇൻഡിവിജ്വൽ എംഫസിസ്, അതല്ലെങ്കിൽ ഒരു സമയത്ത് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളാണ്. ഇവരുടെ കൂടെ എപ്പോഴും സിംഗുലർ വേർബുകളാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റെഫർ ടു മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട്, ഓരോരുത്തരെയായിട്ട് കണക്കാക്കാൻ വേണ്ടിയുള്ള വേർഡുകളാണ്. ബിക്കോസ് ദ ഫോക്കസ് ഇസ് സ്ട്രിക്ട്ലി ഓൺ എ സിംഗിൾ എൻറ്റിറ്റി അറ്റ് എ ടൈം, ദേ മസ്റ്റ് ഓൾവേസ് ടേക്ക്. അതാ ഇങ്ങനെ ആയതുകൊണ്ട്, because the focus is strictly on a single entity at a time, they must always take a singular verb. ഒരു സമയത്ത് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് സിംഗുലർ വേർബാണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂടെ അഡ്ജക്റ്റീവ്സും സിംഗുലർ തന്നെയാണ് വരിക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഹിസ് ഓർ ഹെർ ആണ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ദെയർ എന്നൊന്നും ഉപയോഗിച്ചുകൂടാ. അതായത് എവ്രി വൺ ഹാസ് ദെയർ എന്ന് പറയരുത്. എവ്രി വൺ ഹാസ് ഹിസ് ഓർ ഹെർ ഒപ്പീനിയൻ എന്നേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ പ്രോനൗണുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഡെപ്തിൽ പറഞ്ഞുതരാം ഇതേ പോയിന്റ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആണ് ആരൊക്കെ? അതായത് ഈച്ച് ഓഫ് ദ, ഐദർ ഓഫ് ദ, നൈദർ ഓഫ് ദ, വൺ ഓഫ് ദ, എനി ഓഫ് ദ, നൺ ഓഫ് ദ. അവരെല്ലാം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആകുന്ന സമയത്ത് ഇവർക്ക് ശേഷം നൗണ് മാത്രം പ്ലൂരൽ ആയിരിക്കണം മക്കളെ. വേർബ് സിംഗുലർ തന്നെയാണ്. അതായത് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഓരോരുത്തരും അല്ലേ. ഐദർ ഓഫ് ദ ബോയ്സ്, രണ്ട് കുട്ടികളിൽ ഒരാൾ, രണ്ടാൺകുട്ടികളിൽ ഒരാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇവർക്കെല്ലാം ശേഷം ഈച്ച് ഓഫ് ദ, ഐദർ ഓഫ് ദ, നൈദർ ഓഫ് ദ, വൺ ഓഫ് ദ, എനി ഓഫ് ദ, നൺ ഓഫ് ദ കഴിഞ്ഞാൽ പ്ലൂരൽ നൗണ് ചേർക്കണം, സിംഗുലർ വെർബ് ആയിരിക്കണം. ഈച്ച് ഓഫ് ദ പാർട്ടിസിപ്പൻസ് വാസ് ഗിവൺ എ സർട്ടിഫിക്കറ്റ്. പെർഫെക്റ്റ് ആണ്, കാരണം വാസ് സിംഗുലർ, ഒരു കുഴപ്പമില്ല. കണ്ടോ, ഈച്ച് ഓഫ് ദ കഴിഞ്ഞിട്ട് വന്ന നൗണ് പ്ലൂരൽ ആയിരുന്നു. അല്ലാതെ എന്തല്ല വേറെ കൊടുക്കരുത് എന്നിവിടെ. നൈദർ ഓഫ് ദ ടു റൂട്ട്സ്, റൂട്ട് എന്ന് പറയുന്നത് റൂട്ട്സ് വേണം, കാരണം നൈദർ ഓഫ് ദ കഴിഞ്ഞാലും പ്ലൂരൽ നൗണ് വേണം, വേർബ് സിംഗുലർ ആയിരിക്കും. കണ്ടല്ലോ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസിന് ശേഷം സിംഗുലർ നൗണും പ്ലൂരൽ നൗണും സിംഗുലർ വേർബുമാണ് ചേർക്കുന്നത്. അതായത് ഈച്ച് ഓഫ് ദ, ഐദർ ഓഫ് ദ, നൈദർ ഓഫ് ദ, വൺ ഓഫ് ദ, എനി ഓഫ് ദ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പ്ലൂരൽ നൗണും സിംഗുലർ വെർബും എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ ഗ്രൂപ്പിലെ ഓരോരുത്തരെയും കുറിച്ച് പറയാനുള്ള വേർഡുകളാണ് ഇതൊക്കെ. ഈച്ച് ഓഫ് ദ, ഐദർ ഓഫ് ദ, നൈദർ ഓഫ് ദ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിലെ ഓരോരുത്തരെയും കുറിച്ച് പറയാനുള്ള വേർഡുകളാണ്. അതുകൊണ്ടാണ് നൗണ് പ്ലൂരൽ ആക്കുന്നതും വെർബ് സിംഗുലർ ആയിട്ട് വരുന്നതും കേട്ടോ. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ആഡ്ജക്റ്റീവ്സ് ആണെങ്കിലോ, ഇപ്പൊ പറഞ്ഞ അതേ വേർഡുകൾ നോക്കൂ. ഈച്ച്, എവറി, ഐദർ, നൈദർ ഒക്കെ അഡ്ജക്റ്റീവ് ആയിട്ട് വരും. അഡ്ജക്റ്റീവ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇവർക്ക് തൊട്ടടുത്തത് നൗൺ ആയിരിക്കും. അപ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ഓഫ് ഉണ്ടാവില്ല. ഈച്ച് സ്റ്റുഡന്റ്, ഐദർ ബോയ്, നൈദർ ഗേൾ അങ്ങനെ വരിക. അപ്പോ ഓഫ് ഉണ്ടെങ്കിൽ കേട്ടോളൂ, ഓഫ് ഉണ്ടെങ്കിൽ പ്ലൂരൽ നൗണും സിംഗുലർ വെർബും. ഓഫ് ഇല്ല എങ്കിൽ കണ്ടോ, സിംഗുലർ നൗണാണ് ഇമ്മീഡിയറ്റ്ലി വരാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, എവരി ബോയ്, ഓക്കെ, എവരി ഗേൾ കണ്ടില്ലേ. ഈച്ച് സ്റ്റുഡന്റ് കണ്ടില്ലേ. ഇനി ഈച്ച് ഓഫ് ദ ആണെങ്കിലോ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് വരും. പക്ഷെ അവിടെ രണ്ടിടത്തും വേർബ് സിംഗുലർ ആണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് വന്നാലും ഈച്ച് സ്റ്റുഡന്റ് എന്ന് വന്നാലും അവിടെയൊക്കെ വേർബ് സിംഗുലർ ആണ്. അപ്പൊ ആഡ്ജക്റ്റീവ് ആകുമ്പോൾ എത്രയേ ഉള്ളൂടാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈച്ചും എവരിയും ഐദറും നൈദറും ആഡ്ജക്റ്റീവ് ആണെങ്കിൽ അവർക്ക് തൊട്ടടുത്തുള്ളത് നൗൺ ആയിരിക്കും, അത് സിംഗുലർ ആയിരിക്കും. പക്ഷേ ഈച്ച് ഓഫ് ദ, ഐദർ ഓഫ് ദ, നൈദർ ഓഫ് ദ, വൺ ഓഫ് ദ ഒക്കെ ആണെങ്കിൽ അവർ പ്രോനൗൺ ആണ്. അവയ്ക്ക് ശേഷം പ്ലൂരൽ നൗണും സിംഗുലർ വെർബും. എവിടെയാണെങ്കിലും സിംഗുലർ വെർബ് ആണ് എന്നുള്ളതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഇവരൊക്കെ ഇൻഡിവിജ്വൽ എംഫസിസ് നൽകുന്നത് കൊണ്ട് ഇവരുടെ കൂടെ എപ്പോഴും സിംഗുലർ വെർബുകളെ വരുള്ളൂ എന്ന് ഓർത്ത് വെച്ചോളൂ. ക്ലിയർ ആണേ? ഇനി ഇവിടെ നോക്കിയേ, ചിലർക്ക് കൺഫ്യൂഷൻ വരും. ഈച്ച് ആൻഡ് എവറി ഗേൾ, ഈച്ച് ആൻഡ് എവറി ബോയ് എന്ന് വന്നാൽ എന്താ സാറേ വരികയെന്ന്. അവിടെയും സിംഗുലർ. ഈച്ച് എവരി എന്നൊക്കെ കണ്ടോ, സിംഗുലർ വേർബ് അല്ലാതെ വേറെ ഒന്നും അവിടെ വരില്ല. ഈച്ച് ഗേൾ ആൻഡ് ഈച്ച് ബോയ് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഗേൾ ഇതെല്ലാം സിംഗുലർ ആണേ. ഇവിടെ ഒന്നുകൂടെ ഞാൻ അത് എഴുതാൻ വേണമെങ്കിൽ, ഈച്ച് ആൻഡ് എവറി ഗേൾ ഹാസ് പാസ്ഡ് ദ ടെസ്റ്റ്. ഇതവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ
each boy and each girl അവിടെയും has passed the test. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ സിംഗുലർ വേർബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാസ് പാസ്ഡ്. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഗേൾ എന്ന് വന്നാലും ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ എന്ന് വന്നാലും ഒക്കെ സിംഗുലർ വെർബുകൾ അല്ലാതെ വേറെ ഒന്നും വരില്ല എന്നുള്ളതാണ് നമ്മുടെ അവസാന പോയിന്റ് കേട്ടോ. യെസ്, ഇനി ഒരു കുഞ്ഞൊരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം, അതും അതിന്റെ ചോദ്യങ്ങളുമായിട്ട്. നോക്കൂ, വണ്ണ് തിങ് ബഡി, വണ്ണ് തിങ് ബഡി എന്നുള്ള സഫിക്സുകളിൽ അവസാനിക്കുന്ന വേർഡുകൾ എപ്പോഴും സിംഗുലർ ആണ്. അവയ്ക്ക് ശേഷം സിംഗുലർ വേർബുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. വണ്ണ് തിങ് ബഡി കേട്ടോ. വണ്ണ് തിങ് ബഡി എന്നുള്ളതാ എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, സംവൺ, സംബഡി, സംതിങ്, നോ വൺ, നോ ബഡി, നത്തിങ്, എനി വൺ, എനിബഡി, എനിത്തിങ്. ഇതെല്ലാം സിംഗുലർ ആയതുകൊണ്ട് ഇവരുടെ കൂടെ എപ്പോഴും സിംഗുലർ വേർബേ വരാൻ പാടുള്ളൂ. എവ്രി വൺ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നാ, എവ്രിബഡി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നാ. ഓക്കെ, ഇതൊക്കെ ഓരോന്നിനും ഇൻഡിവിജ്വൽ എംഫസിസ് അല്ലെങ്കിൽ ഊന്നൽ നൽകുന്ന വേർഡുകളായതുകൊണ്ട് ഇവരുടെ കൂടെ സിംഗുലർ വേർബുകളായിരിക്കും എപ്പോഴും ചേർക്കുക. നോ ബഡി എമംഗ് ദ ഇൻവൈറ്റഡ് ഗസ്റ്റ് ഹാസ് അറൈവ്ഡ്. കണ്ടോ, പെർഫെക്റ്റ് ആണ്, ഹാവ് വരില്ല. ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് ഇതിപ്പോൾ കുറേ പേരെ പറ്റിയിട്ടല്ലേ പറയണത്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ പ്ലൂരൽ വെർബ് അല്ലേ എന്ന് ചിന്തിക്കരുത്. കാരണം ഇവരുടെ കൂടെ സിംഗുലർ വെർബാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ എംഫസിസ് നൽകിയിട്ട് അവർ ഓരോരുത്തരും അതിന്റെ അർത്ഥം. ഒരു സമയത്ത് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേർഡാണ്. അപ്പോൾ സിംഗുലർ വേർബാണ് ഇവരുടെ കൂടെ ചേർക്കേണ്ടത് കേട്ടോ. ഇവിടെ നോക്കൂ, നൈദർ ഓഫ് ദ ടു കാൻഡിഡേറ്റ്സ് ഹു അറ്റൻഡഡ് ദ ഇന്റർവ്യൂ വേർ ആണോ? ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. നൈദർ ഓഫ് ദ കഴിഞ്ഞാൽ പ്ലൂരൽ നൗണും സിംഗുലർ വേർബും കേട്ടോ. നൈദർ ഓഫ് ദ ടു കാൻഡിഡേറ്റ്സ് ഹു അറ്റൻഡഡ് ദ ഇന്റർവ്യൂ, അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത രണ്ട് കുട്ടികളും പാസ്സായിട്ടില്ല. അപ്പോൾ ആ കാൻഡിഡേറ്റിൽ ഈ രണ്ടുപേരും, അതായത് വൺ അറ്റ് എ ടൈം ആണ് എടുത്തു പറയുന്നത്. അതുകൊണ്ട് വാസ് ആണ് വരിക കേട്ടോ. നൈദർ ഓഫ് ദ കഴിഞ്ഞാലും ഐദർ ഓഫ് ദ കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദ കഴിഞ്ഞാലൊക്കെ പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. ഇനി എവ്രി ഡോക്ടർ ആൻഡ് എവ്രി നഴ്സ്, ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ എന്ത് വന്നാലും നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വേർബ് വേണം അവിടെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പൊ വാസ് പ്രൈസ്ഡ് ഫോർ ദെയർ അല്ല, ദെയർ പ്ലൂരൽ ആണ്. നമുക്ക് സിംഗുലർ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് അതിന്റെ കൂടെ വേണ്ടത്, സിംഗുലർ വേർബുമാണ് വേണ്ടത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺകോഡ് അഥവാ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് വ്യക്തമായി സെറ്റായി എന്ന് ഞാൻ കരുതുവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരും വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടാറ്റാ, ബൈ ബൈ, കീപ് ലേണിംഗ്, ഹാപ്പി ലേണിംഗ്, ബൈ.